ഇപ്പോൾ പോളിടെക്നിക് പാർട്ട് ടൈം പഠിക്കാമോ? ഈവനിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ഗൈഡ്. എല്ലാവർക്കും നമസ്കാരം. ജോലി ചെയ്യുന്നവർക്കും ITI പൂർത്തിയാക്കിയവർക്കും ഒരു വലിയ സംശയം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പോളിടെക്നിക് പാർട്ട് ടൈം പഠിക്കാൻ സാധിക്കുമോ? ഇന്ന് അതിന് വ്യക്തമായ മറുപടി നൽകുകയാണ്. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പാർട്ട് ടൈം ഈവനിംഗ് പോളിടെക്നിക് ഡിപ്ലോമ ലഭ്യമാണ്. ഈ വീഡിയോയിൽ പാർട്ട് ടൈം ഡിപ്ലോമ എന്താണ്, ആർക്കെല്ലാം അപേക്ഷിക്കാം, ദൈർഘ്യം, യോഗ്യത, ലഭ്യമായ ബ്രാഞ്ചുകൾ, ഗുണങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിശദമായി നോക്കാം. സെക്ഷൻ 1. പാർട്ട് ടൈം പോളിടെക്നിക് ഡിപ്ലോമ എന്താണ്? പാർട്ട് ടൈം പോളിടെക്നിക് എന്നത് ഈവനിംഗ് ഡിപ്ലോമ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് സാധാരണയായി നടപ്പാക്കുന്നത് സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുകൾ മുഖേനയാണ്. കേരളത്തിൽ ഇത് മേൽനോട്ടം വഹിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയാണ്. പ്രധാന പ്രത്യേകതകൾ: ക്ലാസുകൾ സാധാരണയായി വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് അനുയോജ്യമായ ടൈമിംഗ്, ഫുൾ ടൈം ഡിപ്ലോമ പോലെ തന്നെ സിലബസും സർട്ടിഫിക്കറ്റും. അതുകൊണ്ട് പാർട്ട് ടൈം പഠിച്ചാൽ കിട്ടുന്ന ഡിപ്ലോമയും ഫുൾ ടൈം ഡിപ്ലോമയും ഒരേ അംഗീകാരമുള്ളതാണ്. സെക്ഷൻ 2. ഡ്യൂറേഷൻ ആൻഡ് സ്ട്രക്ചർ. ഫുൾ ടൈം പോളിടെക്നിക് ഡിപ്ലോമ സാധാരണയായി 3 വർഷമാണ്. എന്നാൽ പാർട്ട് ടൈം ഡിപ്ലോമ ദൈർഘ്യം 4 വർഷമാണ്. കാരണം ക്ലാസുകൾ വൈകുന്നേരം മാത്രമായതിനാൽ പഠന സമയം കുറവാണ്. എന്നാൽ അവസാനത്തിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാർ അംഗീകൃത ഡിപ്ലോമ തന്നെയാണ്. സെക്ഷൻ 3. എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പാർട്ട് ടൈം പോളിടെക്നിക് പഠിക്കാൻ സാധാരണയായി വേണ്ട യോഗ്യത: SSLC 10th പാസ്സായിരിക്കണം. ചില സംസ്ഥാനങ്ങളിൽ ITI +2 ആവശ്യമായേക്കാം. ജോലി ചെയ്യുന്നവർക്കായി പലപ്പോഴും എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായേക്കാം. അതായത് നിങ്ങൾ നിലവിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുവെന്ന് തെളിയിക്കേണ്ടതാണ്. സെക്ഷൻ 4. അവൈലബിൾ ബ്രാഞ്ചസ്. കേരളത്തിലെ ചില പോളിടെക്നിക് കോളേജുകളിൽ ഈവനിംഗ് പാർട്ട് ടൈം ഡിപ്ലോമ സാധാരണയായി താഴെ പറയുന്ന ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. എന്നാൽ എല്ലാ വർഷവും എല്ലാ കോളേജുകളിലും എല്ലാ ബ്രാഞ്ചുകളും ലഭ്യമാവണമെന്നില്ല. അതിനാൽ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം മാത്രം കൃത്യമായ ബ്രാഞ്ച് വിവരങ്ങൾ പരിശോധിക്കണം. സെക്ഷൻ 5. ആർക്കാണ് ഏറ്റവും അനുയോജ്യം? പാർട്ട് ടൈം പോളിടെക്നിക് ഏറ്റവും അനുയോജ്യമായത് ITI പൂർത്തിയാക്കി ജോലി ചെയ്യുന്നവർക്ക്, +2 കഴിഞ്ഞ് ജോലി ചെയ്യുന്നവർക്ക്, ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവർക്ക്, സർക്കാർ സ്വകാര്യ മേഖലയിലെ ടെക്നിക്കൽ സ്റ്റാഫിന് ജോലി ഉപേക്ഷിക്കാതെ പഠനം തുടരാൻ ഇത് മികച്ച മാർഗമാണ്. സെക്ഷൻ 6. അഡ്വാൻറ്റേജസ്. പാർട്ട് ടൈം പോളിടെക്നിക് പഠിക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ: ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു. സർക്കാർ അംഗീകൃത ഡിപ്ലോമ ലഭിക്കുന്നു. പ്രൊമോഷൻ സാധ്യത വർദ്ധിക്കുന്നു. ടെക്നീഷ്യൻ മുതൽ എഞ്ചിനീയർ ലെവൽ വരെ ഗ്രോത്ത് ഉണ്ടാകാം. പിന്നീട് ലാറ്ററൽ എൻട്രി വഴി BTech ചെയ്യാൻ യോഗ്യത ലഭിക്കും. അതായത് പാർട്ട് ടൈം ഡിപ്ലോമ നിങ്ങളുടെ കരിയറിന് വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാവുന്നതാണ്. സെക്ഷൻ 7. അഡ്മിഷൻ ടൈമിംഗ്. ഈവനിംഗ് പാർട്ട് ടൈം ഡിപ്ലോമ അഡ്മിഷൻ സാധാരണയായി ജൂൺ-ഓഗസ്റ്റ് മാസങ്ങളിൽ ആരംഭിക്കാറുണ്ട്. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ വെബ്സൈറ്റ് വഴിയാണ്. അതിനാൽ DTE വെബ്സൈറ്റ് സ്ഥിരമായി പരിശോധിക്കുക. അതെ, ഇപ്പോൾ പോളിടെക്നിക് പാർട്ട് ടൈം പഠിക്കാൻ സാധ്യമാണ്. ജോലി ചെയ്യുന്നവർക്കും ITI പൂർത്തിയാക്കിയവർക്കും ഇത് മികച്ച അവസരമാണ്. താങ്കളുടെ കരിയർ വളർച്ചയ്ക്കായി ഈവനിംഗ് ഡിപ്ലോമ പരിഗണിക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.